ബഹുമാനമുള്ള സത്യവിശ്വാസി സഹോദരങ്ങളെ, സഹോദരിമാരെ, ശ്രോതാക്കളെ, അബ്ദുറഹ്മാൻ ഇബ്നു ജൗസി റഹ്മഹുല്ല തന്റെ മിൻഹാജുൽ മഖാസിദ് എന്ന ഒരു ഗ്രന്ഥത്തിൽ തവജ്ജുഹ് എന്ന് പറയുന്ന ഒരു അധ്യായത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്ന ഒരു വിഷയമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് അല്പസമയം നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ തവജ്ജുഹ് എന്ന് പറയുന്ന അധ്യായത്തിൽ അദ്ദേഹം പിന്നീട് ചെയ്യാം എന്നൊരു വിഷയം എഴുതുന്നുണ്ട്. ഇങ്ങനെ കാര്യങ്ങൾ മാറ്റിവെക്കുന്ന ആളുകൾ നശിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യും എന്ന് ഒരു ഉദാഹരണത്തിലൂടെ അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണ്. അതിന് അദ്ദേഹം ഒരു ഉദാഹരണം രേഖപ്പെടുത്തിയിട്ടുള്ളത്, ഒരാൾ ഒരു വൃക്ഷം മുറിക്കാൻ തീരുമാനിക്കുന്നു. അയാൾ ആ മരം മുറിക്കാൻ ശ്രമിച്ചു. നല്ല ബലമുള്ള ശക്തിയുള്ള ഒരു മരമായിരുന്നു. ഏറെ ബുദ്ധിമുട്ടേണ്ടി വന്നു അദ്ദേഹത്തിന് ആ പണി ചെയ്യുന്നതിന്. അതായത് ആ മരം മുറിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം ഏറെ പ്രയാസപ്പെടുന്നു. അതുകൊണ്ട് അദ്ദേഹം ആ ശ്രമം ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. മരം മുറിക്കാൻ അയാൾക്ക് സാധിച്ചില്ല. അദ്ദേഹം വിചാരിച്ചു കുറച്ചുകൂടി കഴിയട്ടെ എന്ന് വിചാരിച്ച് ആ പ്രവൃത്തി അദ്ദേഹം മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. ഒരു വർഷം കൂടി കഴിഞ്ഞ് അദ്ദേഹം ആ മരം മുറിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു വർഷം കഴിഞ്ഞപ്പോൾ അയാളുടെ ആരോഗ്യം കുറഞ്ഞു. മരം കുറെ കൂടി ശക്തി പ്രാപിച്ചു. അദ്ദേഹത്തിന് അത് മുറിക്കാൻ സാധിച്ചില്ല. ഈ ഒരു ഉദാഹരണം അദ്ദേഹം രേഖപ്പെടുത്തിക്കൊണ്ട് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കേണ്ടത് ഈ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചിട്ടില്ലേ എന്നതാണ്. ഇംഗ്ലീഷിൽ ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേര് പ്രോക്രാസ്റ്റിനേഷൻ എന്നാണ്. ഇതിലൂടെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പല നഷ്ടങ്ങളും ഇത് കാരണം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ മാറ്റിവെച്ച എത്രയോ കർമ്മങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. അലസത കൊണ്ടോ അപ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടോ നാളെ എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് മാറ്റിവെച്ച എത്രയോ കർമ്മങ്ങൾ, എത്രയോ ആരാധനകൾ, ഇബാദത്തുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നാം നമുക്ക് തന്നെ വരുത്തി വെച്ച ദുരന്തങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നാളെ എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉറപ്പുള്ള ഒന്നല്ല, പക്ഷെ ഇന്ന് എന്നത് ഉറപ്പായിട്ടുണ്ട്. ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾ ഉണർന്നപ്പോൾ ഇന്ന് എന്നത് നമുക്ക് ഉറപ്പായി, പക്ഷെ നാളെ എന്നത് നമ്മെ സംബന്ധിച്ച് ഉറപ്പുള്ളതല്ല. അപ്പോൾ നാളത്തേക്ക് ഉള്ളത് ഇന്ന് എന്തിന് ചെയ്യണം എന്നൊരു ചോദ്യം പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്. നാളെ ചെയ്യേണ്ട കാര്യം ഞാൻ ഇന്ന് എന്തിനാണ് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം പലപ്പോഴും നമ്മൾ നമ്മളോട് ചോദിക്കാറുണ്ട്. ഇതൊരു അപകടകരമാണ്. അവസരം അനുകൂലമാകാൻ വേണ്ടി എത്രയോ നാളുകളാണ് നമ്മൾ പ്രതീക്ഷിച്ചത് പല കാര്യങ്ങളും ചെയ്യാൻ. നമ്മൾ പിന്നീടായി മാറ്റിവെച്ചു. അവസരം കുറെ കൂടി അനുകൂലമാകട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ പലതും പിന്നീടാക്കി. സഹോദരങ്ങളെ, നമ്മളൊന്ന് പട്ടികപ്പെടുത്തി നോക്കിയേ. അങ്ങനെ നമ്മൾ മാറ്റിവെച്ച കർമ്മങ്ങൾ, ഇബാദത്തുകൾ, ആരാധനകൾ, അതുപോലെ നമുക്ക് പ്രയോജനകരമായ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ആ പട്ടികപ്പെടുത്തി നോക്കിയേ. ഒരു പേജിലോ 2 പേജിലോ നമുക്ക് എഴുതി തീർക്കാൻ, പട്ടികപ്പെടുത്താൻ സാധ്യമല്ലാത്ത അത്രത്തോളം കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ദൈവഹിതം എന്ന് പറഞ്ഞ് നമുക്ക് സമാധാനമടയാൻ കഴിയുകയില്ല എന്നതാണ്. ഈ ഗ്രന്ഥത്തിൽ ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാഹ് നമ്മോട് നടത്തേണ്ട ഒരു സംസാരത്തെ വിശദീകരിക്കുന്നുണ്ട്. ഓരോ ആളുകളും അവനവനോട് ചോദിക്കേണ്ട സംസാരത്തെ ഇദ്ദേഹം വിശദീകരിക്കുന്നു. സുബഹി നിസ്കാരം കഴിഞ്ഞ് അല്പം സ്വസ്ഥമായിരുന്ന് നമ്മൾ നമ്മളോട് പറയേണ്ടുന്ന ചില വർത്തമാനങ്ങൾ. അള്ളാഹു എനിക്ക് നൽകിയ മൂലധനമാണ്, ക്യാപിറ്റലാണ് ഇന്നേ ദിവസം. ഈ മൂലധനം ഞാൻ നഷ്ടപ്പെടുത്തിയാൽ എനിക്ക് എത്രത്തോളം നഷ്ടമുണ്ടാകും? ഇന്ന് എന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മരിപ്പിക്കാൻ തീരുമാനിച്ചാൽ കുറച്ചുകൂടി അവസരം നൽകണമെന്ന് ഞാൻ അള്ളാഹുവിനോട് ആവശ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. കുറെ കണക്കുകൾ നമുക്ക് എഴുതി വെക്കാൻ ബാക്കിയുണ്ട്. കുറെ ബാധ്യതകൾ കൊടുത്തു വീടാനുണ്ട്. കുറെ പേരോട് മാപ്പ് ചോദിക്കാനുണ്ട്. കുറെ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ട്. എല്ലാ ദിവസവും 24 മണിക്കൂറാണ്. എന്നിട്ടും അതെനിക്ക് മതിയാകുന്നില്ലല്ലോ. നമ്മൾ നമ്മളോട് സംസാരിക്കേണ്ട വർത്തമാനമായി അദ്ദേഹം സൂചിപ്പിക്കുന്ന, എല്ലാ ദിവസവും 24 മണിക്കൂർ എന്നത് ഉറപ്പാണ്, പക്ഷെ എന്നിട്ടും എനിക്കത് മതിയാകുന്നില്ലല്ലോ. ഇതിൽ എത്ര മണിക്കൂറാണ് ഞാൻ കർമ്മനിരതനായത്? എത്ര സമയം ഞാൻ വെറുതെ ഇരുന്നു? എത്ര സമയം ഞാൻ ഉറങ്ങി? എത്ര സമയം ഞാൻ നഷ്ടപ്പെടുത്തി? എത്ര സമയം ഞാൻ നവമാധ്യമങ്ങളിൽ
സാമൂഹ്യ മാധ്യമങ്ങളിൽ മുഴുകി കുറെ കൂടി കർമ്മനിരതനായിരുന്നുവെങ്കിൽ എന്തെല്ലാമോ കൂടി എനിക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ലേ? ഇത്തരം കാര്യങ്ങൾ ഓരോ ദിവസവും നമ്മൾ നമ്മളോട് സംസാരിക്കണമെന്നാണ് ഇബ്നുൽ ജൗസി റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഒരു ദിവസം എന്നത് 24 അലമാരകളായി നമ്മൾ സങ്കല്പിക്കുക. ഓരോ മണിക്കൂറിലും ഓരോ അലമാരയിലും ചില നന്മകൾ ചെയ്ത് വെക്കേണ്ടതുണ്ടായിരുന്നുവെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര അലമാരയായിരിക്കും ശൂന്യമായി നമ്മൾ അടച്ചു വെക്കേണ്ടി വരിക? ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിങ്ങളെ തന്നെ ഒന്ന് വിചാരണ ചെയ്ത് നോക്കിയേ, നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾ തന്നെ തൂക്കി നോക്കിയേ. അങ്ങനെ ഒരു വലിയ വിചാരണയ്ക്ക് നിങ്ങൾ തയ്യാറെടുത്താൽ യഥാർത്ഥ വിചാരണ നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാളെ, പിന്നീട്, വരട്ടെ എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെച്ച് എത്രയോ പേർ പൂർത്തിയാക്കാതെ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്ങാനും നമ്മൾ പോയാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. എത്രയോ രോഗികളെ നാളെ കാണാമെന്ന് കരുതി മാറ്റിവെക്കപ്പെട്ട ആളുകൾ ഒരു നോക്ക് കാണാൻ സാധിക്കാതെ അവർ മരണപ്പെട്ടു പോയിട്ടുണ്ടല്ലോ. ഇന്ന് ചെയ്തു തീർക്കേണ്ടത് പ്രഭാതമായപ്പോൾ ഉച്ചയായപ്പോൾ വിചാരിച്ചു വൈകുന്നേരമാകട്ടെ, വൈകുന്നേരമായപ്പോൾ വിചാരിച്ചു ഇനിയും സമയമുണ്ടല്ലോ രാത്രിയാകാൻ. അങ്ങനെ ഓരോ ദിവസവും കഴിഞ്ഞു പോയിട്ടില്ലേ? അങ്ങനെ എത്ര ദിവസമാണ് കഴിഞ്ഞു പോയത്? വീണ്ടും പിറ്റേ ദിവസം പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചല്ലോ, വൈകുന്നേരമായപ്പോൾ സൂര്യൻ അസ്തമിച്ചു. ആരാധനകൾ എത്രയാണ് നമ്മൾക്ക് അങ്ങനെ നഷ്ടപ്പെട്ടു പോയത്? എത്രയോ പഠനങ്ങളാണ് അങ്ങനെ അവസാനിച്ചു പോയത്? സംഘടനാ പ്രവർത്തനങ്ങളിൽ വരുത്തിയ അലംഭാവത്തെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിനൊക്കെ ന്യായമായി നമുക്ക് പല കാര്യങ്ങളും പറയാനുണ്ടാകും. കറുത്ത മഷി ഉപയോഗിച്ചാണ് ഞാൻ എഴുതാറുള്ളത്, പക്ഷെ ഇന്ന് എനിക്ക് ലഭിച്ചത് നീല മഷിയാണ്, അതുകൊണ്ട് എനിക്കത് എഴുതാൻ സാധ്യമല്ല. ഇന്ന് തുടങ്ങാൻ നല്ല ദിവസമല്ല, നാളെ തുടങ്ങാം, ഇങ്ങനെ പറഞ്ഞു മാറ്റിവെച്ച എത്രയോ കാര്യങ്ങൾ. ഫോൺ വിളിച്ചപ്പോഴേ തീരുമാനിച്ചതാണ് എഴുതി വെക്കണമെന്ന്, പക്ഷേ മറക്കില്ല എന്ന് ഉറപ്പിച്ചു. കുറെ ദിവസം കഴിഞ്ഞ് അയാളെ തന്നെ വീണ്ടും വിളിച്ച് ചോദിക്കേണ്ട അവസ്ഥ എത്ര ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഈ സ്വഭാവം നമുക്ക് വരുത്തി വെച്ച അപമാനം, നഷ്ടം, അതിനെ സംബന്ധിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. അലസത അള്ളാഹുവിനോട് അഭയം ചോദിക്കേണ്ട ഒരു ദുസ്വഭാവമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അശക്തിയിൽ നിന്ന്, അലസതയിൽ നിന്ന്, അലംഭാവത്തിൽ നിന്ന് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ. നാം അലസരാകേണ്ടവരല്ല, കർമ്മനിരതരാകേണ്ട ആളുകളാണ് സദാ നിത്യേന. അതിനായി നാം എപ്പോഴും ഓർക്കേണ്ട ഒരു വചനമുണ്ട്, എപ്പോഴും നമ്മൾ നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട ഒരു വചനമുണ്ട്. ഇപ്പോഴില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും ഉണ്ടാകില്ല എന്നൊരു വചനം നമ്മൾ കൃത്യമായി നമ്മുടെ മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കണം. ക്ഷീണമുണ്ട് എന്നത് ശരി തന്നെയാണ്, പക്ഷേ അരമണിക്കൂർ കൂടി എടുത്ത് ആ പ്രവർത്തനം ചെയ്ത് പൂർത്തിയാക്കിയാൽ ആശ്വാസമായി ഉറങ്ങാമല്ലോ എന്നതല്ലേ നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടത്. ഒരു ചെടി മരമായി വളരണമെങ്കിൽ 200 ദിവസം വേണമെന്ന് വിചാരിക്കുക. 200 ദിവസം വേണം എന്നതുകൊണ്ട് നമ്മൾ അത് മാറ്റിവെക്കേണ്ടതില്ലല്ലോ. ആ വിത്ത് ഇന്ന് നടുകയാണെങ്കിൽ ഒരു ദിവസം കൂടി മുന്നേ അത് മരമായി തീരുമല്ലോ എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കൃത്യമായ ആസൂത്രണവും ആക്ഷൻ പ്ലാനും നമ്മളുടെ കാര്യങ്ങൾ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കും. അല്പം ശാന്തമായിരുന്ന് പ്രഭാതത്തിൽ അന്നത്തെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്. അവ നിർവഹിക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ നമ്മൾ രേഖപ്പെടുത്തി വെക്കണം. ദിവസം അവസാനിക്കുന്നതിന് മുൻപേ ആ പട്ടിക പരിശോധിക്കുകയും അത് പൂർത്തിയാക്കുകയും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. പൂച്ചയുടെ നിശബ്ദത, അതിന്റെ ആസൂത്രണം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയേ. ഇരപിടിക്കാൻ എത്രത്തോളം നിശബ്ദമായിരുന്ന് ആസൂത്രണം ചെയ്താണ് പൂച്ച തന്റെ ഇരയെ പിടിക്കാൻ ശ്രമിക്കുന്നത്. ചെറിയ ചെറിയ വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ മുയലിനെ പോലെ നമ്മൾ സ്വസ്ഥമായിരിക്കരുത്, എങ്കിൽ ആമ നമ്മെ മറികടന്ന് മുന്നോട്ട് സഞ്ചരിച്ചു പോകും. പരാജയം ഉണ്ടായാൽ നമ്മൾ നിരാശപ്പെടാൻ പാടില്ല. നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നത് ഇരുട്ടിലാണ് എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രാർത്ഥനയില്ലാത്തൊരു ദിവസവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകരുത്. ഒരു ദിവസത്തെ പ്രവർത്തന പദ്ധതികൾ പട്ടികപ്പെടുത്തേണ്ടതുണ്ട്. ആ പട്ടികയിൽ ഒന്നാമത്തെ പ്രവർത്തനമായി നമ്മൾ എഴുതി ചേർക്കേണ്ടത്, പ്രവർത്തനം ആരംഭിക്കേണ്ടത് തഹജ്ജുദിലൂടെ ആയാൽ എന്താണ് പ്രശ്നം? നമ്മളുടെ ഒരു ദിവസത്തെ പ്രവർത്തന പട്ടിക, നമ്മുടെ ഷെഡ്യൂൾ അവസാനിക്കുന്നത് നമ്മുടെ കിടക്കയിൽ പ്രാർത്ഥനയോടുകൂടി വിശുദ്ധ ഖുർആനിന്റെ ഒരു വചനമെങ്കിലും പാരായണം ചെയ്ത് പ്രാർത്ഥനയോടുകൂടി കിടക്കുന്ന ഒരു പ്രവർത്തനം രേഖപ്പെടുത്തിക്കൊണ്ടാകട്ടെ ഒരു ദിവസം അവസാനിക്കുന്നത്. ചുരുക്കത്തിൽ നമ്മൾ എപ്പോഴും കർമ്മനിരതരാവുക. ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇപ്പോഴില്ലെങ്കിൽ പിന്നീടില്ല എന്നൊരു കൃത്യമായ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ചെറുതും വലുതുമായി 1000ഓളം ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനാണ് ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാ. ഇമാം ഫഖ്റുദ്ദീൻ അർ റാസി റഹ്മഹുല്ലയ്ക്ക്
ചെറുതും വലുതുമായ 100ഓളം ഗ്രന്ഥങ്ങളുണ്ട്. തഫ്സീറുൽ കബീറിന് തന്നെ 30 വാല്യങ്ങളാണ് ഉള്ളത്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ്: തിന്നാനും കുടിക്കാനും ഞാൻ ഉപയോഗിച്ച സമയത്തെക്കുറിച്ച്, അങ്ങനെ പാഴാക്കി കളഞ്ഞ സമയത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാതെ ദുഃഖം തോന്നിയിട്ടുണ്ട്. ഖുർആൻ വ്യാഖ്യാതാവ് ഇമാം ആലൂസി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഒരു ദിവസത്തെ 3 ഭാഗങ്ങളായി അദ്ദേഹം ഭാഗിച്ചു. ഒരു ഭാഗം രാത്രിയുടെ ഒരു ഭാഗം ഉറങ്ങാനുള്ളതാണ്, രണ്ടാമത്തെ ഭാഗം ഇബാദത്തിനുള്ളതാണ്, മൂന്നാമത്തെ ഭാഗം എഴുതാനും വായിക്കാനും ഉള്ളതാണ്. സഹോദരങ്ങളെ, മനസ്സിരുത്തി ഒന്നുകൂടി വായിച്ചാൽ കുറെ കൂടി പഠിക്കാൻ കഴിയുന്ന ആളുകൾ എത്ര ആളുകളുണ്ട്? പഠിച്ച വിജ്ഞാനങ്ങൾ രേഖപ്പെടുത്തി വെച്ചാൽ ഗ്രന്ഥരൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്ന എത്രയോ ആളുകൾ നമ്മളിലുണ്ട്. ബൗദ്ധിക ശേഷിയിൽ, കാര്യശേഷിയിൽ വ്യത്യസ്തനായ എനിക്ക് മറ്റുള്ള ആളുകളെക്കാൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. ഇത്തരത്തിൽ നമ്മളൊന്ന് ക്രിയാത്മകമായി ചിന്തിക്കേണ്ടതുണ്ട്. എന്റെ അറിവ്, എന്നെ പോലെ അറിവില്ലാത്ത എത്രയോ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നു. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നാളെ എന്നത് നമ്മുടെ നിഘണ്ടുവിൽ നിന്ന് നമ്മൾ മാറ്റി വെക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം കൂടി, ഇന്നില്ലെങ്കിൽ ഇനിയില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി നമ്മൾ എപ്പോഴും ഓർത്തു വെക്കണം. സദാ കർമ്മനിരതരാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.